നിങ്ങൾ ചില സ്പോർട്സ് കാറുകളിൽ ഇങ്ങനെ ഒരു ചിറക് കൊടുത്തുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പലരും ഇതിനെ പൊതുവെ സ്പോയിലർ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാണുന്നത് സ്പോയിലർ അല്ല, ഇതിനെ വിങ് എന്നാണ് പറയുന്നത്. ഈ വിങ്ങും സ്പോയിലറും രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ എന്താണ് വിങ്ങും സ്പോയിലറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്താണ് വിങ്ങും സ്പോയിലറും ഒരു കാറിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ് ഈ വിങ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഈ വിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എയറോഫോയിലാണ്. ഈ എയറോഫോയിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ്. ഈ വിമാനങ്ങളുടെ ചിറകുകൾക്ക് ഈ എയറോഫോയിൽ ഷേപ്പ് ഡിസൈൻ കൊടുക്കുന്നത് കൊണ്ടാണ് വിമാനങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നത്. എന്നാൽ കാറിന്റെ വിങ്ങിൽ കൊടുത്തിരിക്കുന്ന എയറോഫോയിൽ കാറിനെ പറത്തുന്നതിന് പകരം കാറിനെ താഴത്തേക്ക് അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്താനും താഴത്തേക്ക് അമർത്താനും ഈ ഒരു എയറോഫോയിലിന് സാധിക്കും. നമ്മൾ വിമാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് പറക്കാൻ വേണ്ടിയിട്ടാണ്. വിമാനത്തിൻ്റെ ചിറക് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എയറോഫോയിൽ എന്ന് പറയുന്നത്. പല ടൈപ്പ് എയറോഫോയിൽസ് ഉണ്ട്. ഇതാണ് എയറോഫോയിലിൻ്റെ ഒരു ക്ലാസിക് ഷേപ്പ്. നമുക്കറിയാം വിമാനങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അധികവും ജെറ്റ് എഞ്ചിനുകളാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഉപയോഗിച്ച് വിമാനം വളരെ വേഗതയിൽ മുന്നോട്ട് നീങ്ങും. ഇങ്ങനെ വിമാനം വളരെ വേഗതയിൽ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഈ ഒരു എയറോഫോയിൽ ഷേപ്പിലുള്ള വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിലൂടെയും താഴെ കൂടെയൊക്കെ എയർ ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഈ ഒരു എയർ ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റ് വിങ്ങിൽ ലിഫ്റ്റ് ഫോഴ്സ് അനുഭവപ്പെടുകയും അത് കാരണം വിമാനം മുകളിലേക്ക് വായുവിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു എയറോഫോയിൽ വിങ് എങ്ങനെയാണ് ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. നമുക്കൊരു പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം എഞ്ചിനീയേഴ്സ് തമ്മിൽ പല വാദങ്ങളും സംവാദങ്ങളും ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ എയറോഫോയിലിന് മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് എയറോഫോയിലിന് മുകളിലുള്ള പ്രഷർ കുറയും. അതുപോലെ തന്നെ എയറോഫോയിലിൻ്റെ അടിയിലൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് എയറോഫോയിലിൻ്റെ അടിയിലുള്ള പ്രഷർ കൂടുതലുമായിരിക്കും. ഈ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് ലിഫ്റ്റിന് കാരണം. ഇതാണ് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന എക്സ്പ്ലനേഷൻ. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഈ ലിഫ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വേറെ രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എയറോഫോയിലിൻ്റെ ആ ഒരു കർവേച്ചർ കാരണം, അതായത് ഒരു ചരിവ് കാരണം ഈ എയറോഫോയിൽ എയറിനെ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ എയർ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ കാരണമാണ് ലിഫ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു എയറോഫോയിലാണെന്ന് വിചാരിക്കുക. അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ വിങ്ങിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു എയറോഫോയിലിൻ്റെ മുകളിലൂടെയും താഴെ കൂടെയൊക്കെ എയർ ഫ്ലോ ചെയ്യും. ഈ ഒരു എയർ ഫ്ലോ സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫാൻ ഓൺ ആക്കാം. ഞാൻ ഈ ഒരു എയറോഫോയിൽ ഈ ഒരു എയർ ഫ്ലോയ്ക്ക് കറക്റ്റ് പാരലായിട്ട്, അതായത് കറക്റ്റ് ഫ്ലാറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലിഫ്റ്റ് അനുഭവപ്പെടുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഈ ഒരു എയർഫോയിൽ കുറച്ചൊരു ആംഗിൾ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ നല്ല ലിഫ്റ്റ് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എയറിനെ ഈ ഒരു എയറോഫോയിൽ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഈ താഴേക്കുള്ള ഡിഫ്ലക്ഷൻ കാരണം ഈ ഒരു എയറോഫോയിലൊരു ലിഫ്റ്റ് അനുഭവപ്പെടുകയാണ്. എയർക്രാഫ്റ്റിൻ്റെ വിങ്ങുകൾ ഒരു നിശ്ചിത ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയും. നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി ഈ ഒരു എയറോഫോയിൽ വിങ് കാറുകളിൽ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർക്രാഫ്റ്റിലുള്ള ഈ ഒരു എയറോഫോയിൽ ലിഫ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാറുകളിൽ കൊടുക്കുന്ന എയറോഫോയിൽ വിങ് ഡൗൺ ഫോഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വിമാനങ്ങളിലുള്ള എയറോഫോയിലിൻ്റെ തല തിരിച്ചിട്ടുള്ള രൂപമാണ് കാറുകളിൽ കൊടുക്കുന്നത്. എയർക്രാഫ്റ്റിലുള്ള എയറോഫോയിൽ എയറിനെ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും അതുവഴി ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി കാറിലുള്ള എയറോഫോയിൽ ഇതിൻ്റെ തല തിരിഞ്ഞ രൂപമാണ്. അതിൻ്റെ ആംഗിൾ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് എയറിനെ മുകളിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് വരുന്ന എയറിനെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഡൗൺ ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുക. ഞാനിത് താഴേക്ക് ചരിച്ചു കഴിഞ്ഞാൽ ഇത് താഴേക്ക് പുഷ് ചെയ്യുന്നത് കാണാം. അതായത് ഇങ്ങനെ ഈ ഒരു എയറിനെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു എയർ എന്ത് ചെയ്യും, ഈ ഒരു എയറോഫോയിലിനെ താഴത്തേക്ക് പുഷ് ചെയ്യും. അതിനെ ആ ഒരു പുഷ് ചെയ്യും ഡൗൺ ഫോഴ്സ് എന്ന് പറയും. ഇനി എന്തിനാണ് ഈ സ്പോർട്സ് കാറുകളിൽ ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം? ഫോർമുല 1 പോലുള്ള റേസിംഗ് കോമ്പറ്റീഷനുകളിൽ ഉപയോഗിക്കുന്ന കാറുകളിലാണ് ശരിക്കും ഈ ഒരു വിങ്ങിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇത്തരം കാറുകളുടെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഈ ഒരു വിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്തരം റേസിങ്ങുകളിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ടേണുകൾ വളരെ ഹൈ സ്പീഡിൽ ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഹൈ സ്പീഡിൽ ടേൺ ചെയ്യുന്നതിന് ടയറും റോഡും തമ്മിൽ നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടും. എത്രത്തോളം വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടും. എന്ന് കഴിഞ്ഞ് നമുക്ക് ഇത്തരം റേസിംഗ് കാറുകൾ വളരെ ഹെവി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഹനത്തിൻ്റെ ആക്ച്വൽ വെയിറ്റ് കൂട്ടാതെ തന്നെ വാഹനം ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂട്ടുന്നതിനുള്ളൊരു ടെക്നിക്കാണ് ഈ വിങ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിലുള്ള വിങ് എയറിന്റെ മുകളിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അത് കാരണം ഒരു വിങ്ങിൽ ഡൗൺ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഡൗൺ ഫോഴ്സ് കാറിനെ താഴത്തേക്ക് പുഷ് ചെയ്ത് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടയറും റോഡും തമ്മിൽ നല്ല ഫ്രിക്ഷൻ കിട്ടുകയും നല്ല ഹൈ സ്പീഡിൽ ടേൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എത്രത്തോളം ഹൈ സ്പീഡിൽ പോകുന്നോ അത്രയും ഡൗൺ ഫോഴ്സ് അനുഭവപ്പെടും. ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഈ ഒരു ഡൗൺ ഫോഴ്സ് കൂടി വരുന്നത്. ഈ വിങ് വളരെ കെയർഫുള്ളായി ഡിസൈൻ ചെയ്യുകയും കറക്റ്റ് പൊസിഷനിൽ അത് ഫിക്സ് ചെയ്യുകയും വേണം. എന്നാൽ ആ ഒരു വിങ്ങിന്റെ ഗുണം കിട്ടുകയുള്ളൂ. ഈ വിങ് ജനറേറ്റ് ചെയ്യുന്ന ഡൗൺ ഫോഴ്സ് വളവുകളിൽ നല്ല ഹൈ സ്പീഡിൽ ടേൺ ചെയ്യാൻ സഹായിക്കുമെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഡൗൺ ഫോഴ്സ് അത്ര നല്ലതല്ല. കാരണം ഈ ഒരു ഹൈ ഡൗൺ ഫോഴ്സ് കാരണം കൂടുതൽ ഡ്രാഗ് അനുഭവപ്പെടും. ഈ ഡ്രാഗ് എന്ന് പറയുന്നത് വാഹനത്തിന് മുന്നോട്ടുള്ള മൂവ്മെൻറ്റിനെ തടയാൻ ശ്രമിക്കുന്ന ഫോഴ്സാണ് ഡ്രാഗ്. ഈ ഡ്രാഗ് കൂടുന്നത് നമ്മളെ സ്ട്രെയിറ്റ് ലൈനിൽ പ്രശ്നമാണ്. അതായത് വാഹനത്തിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ സ്പീഡിനെ കുറയ്ക്കാൻ ആ ഒരു ഡ്രാഗ് കാരണമാവും. ഇങ്ങനെ റേസിങ്ങുകളിൽ കാറിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ടോപ്പ് സ്പീഡ് കുറയുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ F1 കാറുകളിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി DRS ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈവർ ഈ ഒരു ട്രാക്കിൻ്റെ പ്രത്യേക ചില ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു DRS ആക്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും ഓടിക്കുന്നത്. അതുവഴി ആ ഒരു ഡ്രാഗ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ DRS എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നോർമലായിട്ട് റോഡിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇങ്ങനെ വിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം റോഡിൽ ഇത്രയും ഡൗൺ ഫോഴ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് അത്രയും ഹൈ സ്പീഡിൽ ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നും നമ്മുടെ റോഡിൽ ഇല്ല. അതുപോലെ തന്നെ ഹൈ സ്പീഡിലാണ് ഈ വിങ് ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അത്രയും ഹൈ സ്പീഡൊക്കെ നമ്മുടെ റോഡിൽ ഇല്ലീഗലാണ്. സാധാരണ കാറുകളിൽ ഈ ഒരു വിങ് കൊടുക്കുന്നത് അനാവശ്യ ഡ്രാഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവും. അത് വാഹനത്തിൻ്റെ പെർഫോമൻസിനെയും ഫ്യൂൽ എക്കോണമിയൊക്കെ ബാധിക്കും. റേസിംഗ് ആപ്ലിക്കേഷനുകളിൽ ഫ്യൂൽ എക്കോണമി നമുക്കൊരു പ്രശ്നമേ അല്ല. എന്ന് കരുതി നമ്മുടെ റോഡിൽ ഓടുന്ന കാറുകളിൽ വിങ് തീരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല. ചില സൂപ്പർ കാറുകളിലൊക്കെ ഈ വിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ റോഡിലൂടെയൊക്കെ ഓടുന്ന ഹൈ പെർഫോമൻസ് കാറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു എയറോഡൈനാമിക് എക്യുപ്മെൻ്റ് ആണ് സ്പോയിലർ. ഈ സ്പോയിലർ വിങ്ങിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. വിങ്ങിനേക്കാൾ ചെറുതായിരിക്കും ഈ ഒരു സ്പോയിലർ. വിങ് എന്ന് പറയുന്നത് ഒരു എയറോഫോയിലാണ്. ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും, അതായത് മുകളിലൂടെയും താഴെ കൂടെയുള്ള എയർ ഫ്ലോ കൺസിഡർ ചെയ്തിട്ടാണ് വിങ് ഡിസൈൻ ചെയ്യുന്നത്. എന്നാൽ സ്പോയിലർ എന്ന് പറയുന്നത് സ്പോയിലറിൻ്റെ ഒരു സൈഡിലൂടെയുള്ള, അതായത് മുകളിലൂടെയുള്ള എയർ ഫ്ലോ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് സ്പോയിലർ ഡിസൈൻ ചെയ്യുന്നത്. മോഡേൺ കാറുകൾ വളരെ എയറോഡൈനാമിക് ആണ്. വളരെ കുറഞ്ഞ ഡ്രാഗ് ഇത്തരം കാറുകൾ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ സ്മൂത്തായി കാറിന് മുകളിലൂടെ എയർ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് ആ കാറിൻ്റെ ബോഡി പാനൽസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ കാറ് ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ കാറിന് മുകളിലൂടെ എയർ നല്ല സ്മൂത്തായി ഹൈ വെലോസിറ്റിയിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കാരണം കാറിലൊരു ലിഫ്റ്റ് ഫോഴ്സ് അനുഭവപ്പെടും. ഇത് ടയറുകളുടെ ഗ്രിപ്പ് കുറയാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഒരു ഹൈ സ്പീഡിൽ ഉണ്ടാകുന്ന ലിഫ്റ്റ് ഫോഴ്സിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ സ്പോയിലർ. ഈ സ്പോയിലർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാറിന് മുകളിലൂടെയുള്ള ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എയർ ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്പോയിലർ ആ ഒരു എയർ ഫ്ലോനെ ഒന്ന് സ്ലോ ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വിടും. അത് കാരണം ആ ഒരു ഏരിയയിൽ താഴേക്ക് ഒരു പുഷ് കിട്ടുകയും ആ ഒരു ലിഫ്റ്റിംഗ് ടെൻഡൻസി അവിടെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഈ സ്പോയിലർ, വിങ്, വെഹിക്കിൾ എയറോഡൈനാമിക്സ് ഇതൊക്കെ വലിയൊരു സബ്ജക്റ്റാണ്. കുറേ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇത് വളരെ സിംപ്ലിഫൈ ചെയ്തുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇനിയും സ്പോയിലറും വിങ്ങിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭാവിയിൽ വേറെ വെഹിക്കിൾ എയറോഡൈനാമിക്സിൻ്റെ വീഡിയോ നമുക്ക് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.